ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവിന് തുടക്കമായി. ക്ലബ്ബ് അംഗങ്ങളുടെ സിനിമകൾ പ്രദർശിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപകൻ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയായിരുന്നു ഉദ്ഘാടന ചിത്രം. ട്രിവാൻഡ്രം ക്ലബിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ സിനിമകൾ കോർത്തിണക്കിയാണ് ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവ് എന്ന ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രം ക്ലബിലെ ധാരാളം അംഗങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ്. ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, പല മേഖലയിലുള്ളവരുമുണ്ട്. അവരുടെ എല്ലാം സിനിമകളെ കോർത്തിണക്കി ഞങ്ങളൊരു ഫെസ്റ്റിവൽ തുടങ്ങണമെന്നുള്ള ഒരു പദ്ധതിയാണ്. ക്ലബിൻ്റെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിൽ നടന്ന ചടങ്ങിൽ സൂര്യ കൃഷ്ണമൂർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബിലെ സീനിയർ മെമ്പറായ BKN പിള്ള, മെറിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകനായിരുന്ന പി സുബ്രഹ്മണ്യത്തിന്റെ മകൻ S കാർത്തികേയൻ, സംവിധായകനും നടനുമായ വിജി തമ്പി, നടൻ മധുവിന്റെ മകൾ ഉമ, ട്രിവാൻഡ്രം ക്ലബ് സെക്രട്ടറി D സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സിനിമാ മേഖലയിലെ അതികായനായിരുന്ന പി സുബ്രഹ്മണ്യൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയായിരുന്നു ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവിലെ ആദ്യ പ്രദർശന ചിത്രം. നടൻ മധുവിന്റെയും മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപകൻ പി സുബ്രഹ്മണ്യന്റെയും അടുത്ത ബന്ധുക്കളും പരിപാടിയുടെ ഭാഗമായി. നടനും MLA-യുമായ മുകേഷ്, നടൻ മണിയൻപിള്ള രാജു, വിജി തമ്പി, സൂര്യ കൃഷ്ണമൂർത്തി, D സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.